ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആദ്യമേ ആശംസിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞു കാണും, ഇന്നലെ കേറ്ററ്റ് നോട്ടിഫിക്കേഷൻ വന്നു. 2025 ജൂൺ മാസത്തെ കേറ്ററ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് കേറ്ററ്റിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് അറിയാം, അവർ എന്നും ചെക്ക് ചെയ്യുന്നതായിരിക്കും. എന്നാലും നമ്മുടെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പം ആദ്യമേ പറയാനുള്ളത്, മാക്സിമം ട്രൈ ചെയ്ത് ഈ ഒരു എക്സാം എഴുതിയെടുക്കുക. ഒക്കെ നിലവിൽ വരാൻ പോകുന്ന LPUT എക്സാം ഒക്കെ എഴുതുന്നതിന് വേണ്ടിയും വരുന്ന NCA നോട്ടിഫിക്കേഷനിലെ വേക്കൻസികൾ എഴുതുന്നതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ഓക്കെ, അല്ലാതെ പിന്നെ അതുപോലെ തന്നെ മറ്റ് പോസ്റ്റുകളൊക്കെ ധാരാളമായിട്ട് വരും. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഒക്കെ വരും കേരളത്തിൽ. അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു എക്സാം വളരെയധികം സമയമൊന്നുമില്ല, 2 മാസം, ഏകദേശം ഒരു 2 മാസത്തോളം കിട്ടും പഠിക്കാനായിട്ട്. അത്ര മതി നമുക്ക്. കേട്ടിട്ട് 1ഉം 2ഉം 3 കുറച്ചുകൂടി കൂടുതലായിട്ട് ടൈം വേണ്ടി വരും പഠിക്കാനായിട്ട്. എന്നാലും 2 മാസമൊക്കെ മതി നമുക്ക് കേട്ടിട്ട് എഴുതിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് 10-ാം തീയതിയാണ്, 10/7/2025. ഈ മാസം 10-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. 8ാം മാസമാണ്, 23-ാം തീയതിയാണ് എക്സാം എന്ന് പറയുന്നത്, ഓഗസ്റ്റ്. ഓക്കെ, ഓഗസ്റ്റ് 23-നാണ് എക്സാം. ഓക്കെ, ആ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. അപ്പം എല്ലാവർക്കും, എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം. തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ ഫോണിലൂടെയോ അല്ലെങ്കിൽ താഴെ കമന്റ് സെക്ഷനിലൂടെയോ ചോദിക്കുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. നമ്മുടെ വരാൻ പോകുന്ന ഒത്തിരി എക്സാംസ് ഇനി വരുന്നുണ്ട്. ഇനി അടുത്ത നമ്മുടെ CTET വിളിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ, നമ്മുടെ KVS, NVS, EMRS, DSSB അങ്ങനെയുള്ള എക്സാമുകൾ, ഇനി വരാൻ പോകുന്ന HSA നടക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പം എന്തുകൊണ്ടും നല്ലൊരു വർഷമാണിത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് കടക്കാം. അപ്പൊ ഈ അധിക കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആദ്യമായിട്ട് എഴുതുന്നവരാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുണ്ട്. അത് വേറൊന്നുമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ഗൂഗിളിൽ കയറിയിട്ട് കേറ്ററ്റ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വെബ്സൈറ്റ് കിട്ടും. അതിൽ കയറിയിട്ട് ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ശ്രദ്ധയോടുകൂടി വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഓക്കെ, എന്താണെന്നുള്ളത് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കാരണം ഒരുപാട് പറയായിരുന്നു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് നീണ്ടു, ഒത്തിരി കാര്യങ്ങളെല്ലാം പറയേണ്ടി വരും. ഓക്കെ, അപ്പം എന്തെങ്കിലും അധികമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുള്ളവർ തീർച്ചയായിട്ടും താഴെ കമന്റ് സെക്ഷനിലോ അല്ലെങ്കിൽ വിളിച്ചോ ചോദിക്കുക. ഓക്കെ, പരീക്ഷാ ഫീസും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ജനറൽ കാറ്റഗറിക്ക് 500ഉം റിസർവേഷൻ SC/ST കാറ്റഗറിക്ക് ഭിന്നശേഷിക്കാർക്കൊക്കെ അതിന്റെ പകുതി 250-യുമാണ്. ഓൺലൈൻ മാത്രമായിട്ടാണ് അപേക്ഷിക്കാനുള്ളത്. നമ്മുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചത് ഇന്നലെ മുതലാണ് ആരംഭിച്ചിരിക്കുന്നത്. 3/7/2025. അവസാന തീയതി 10/7/2025. ഫൈനൽ പ്രിന്റ് എടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 10/7 തന്നെയാണ്. ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് എടുക്കേണ്ട ഡേറ്റ് 14/8/2025. കാറ്റഗറി 1-ന് 23-ാം തീയതി, കാറ്റഗറി 2-ന് 23-ാം തീയതി തന്നെയാണ് ഉച്ചയ്ക്ക് ശേഷം. കാറ്റഗറി 3 24-ാം തീയതിയാണ്, ഞായറാഴ്ച രാവിലെയാണ്. കാറ്റഗറി 4-ന് 24-ാം തീയതി തന്നെ ഉച്ചയ്ക്ക്. അങ്ങനെ 2 ദിവസങ്ങൾ, 23-ഉം ഓഗസ്റ്റ് 23, 24 ഡേറ്റുകളിലായിട്ടാണ് എക്സാം നടക്കുന്നത്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫോട്ടോ, നിങ്ങളുടെ ഫോട്ടോയും ഒപ്പും ഒക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫോട്ടോയിൽ സീലുകളോ ഒപ്പുകളോ തീയതി ഒന്നും രേഖപ്പെടുത്തേണ്ട കാര്യമില്ല. എങ്ങനെയായിരിക്കണം ഫോട്ടോ എന്നുള്ളത്, അതിന്റെ സൈസ് എത്രയാണ്, ഒപ്പിന്റെ സൈസ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇത്രയാണ് പ്രധാനമായിട്ടും കേറ്ററ്റിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ടുള്ള. പിന്നെ ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് എഴുതേണ്ടത്, യോഗ്യത എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. DLED-കാർക്ക് കേറ്ററ്റ് 1ഉം 2 എഴുതാം. B.Ed-കാർക്ക് കേറ്ററ്റ് 2ഉം 3 എഴുതാം. ബാക്കിയുള്ള കേറ്ററ്റ് 4 എന്ന് പറയുന്ന സ്പെഷ്യൽ ലൈക്ക് ലാംഗ്വേജ് ടീച്ചേഴ്സിനാണ്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്.
പിന്നെ അതിന്റെ സിലബസും കാര്യങ്ങളും ഒക്കെ 150 മാർക്കിനാണെന്നുള്ളതും എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ളതും കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അത് നമുക്ക് ഒരു വീഡിയോ കൂടെ ചെയ്യാം, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പോഴത്തെ ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരികയും ചെയ്യാം. ഓക്കെ, ഇനി ഇതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കേറ്ററ്റ് ഇപ്പൊ വിളിച്ചപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട്സ് ആയിട്ട് നിൽക്കുന്നത്, കാരണം നമുക്കിപ്പോ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ അക്കാഡമിക് ഇയറും ഈ അക്കാഡമിക് ഇയറുമായിട്ട് ടെക്സ്റ്റ് ബുക്കുകളിലും, കാരണം നമ്മുടെ കേറ്ററ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും SCERT ബേസ്ഡ് ആണ്, SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ് ചോദ്യങ്ങള്. അതിലിപ്പം സൈക്കോളജി, പെഡഗോജി കാര്യങ്ങൾ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ, ഓക്കെ, ബാക്കിയുള്ള സോഷ്യൽ സയൻസ് ആയാലും മാത്സ് ആയാലും മലയാളം ആയാലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും SCERT ബേസ്ഡ് ആണ്. അപ്പം പഴയ സിസ്റ്റത്തിൽ പഠിച്ചവർ അല്ലെങ്കിൽ പഴയ സിലബസ് വെച്ച് പഠിച്ചവർക്ക് സിലബസിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന സിലബസിൽ മാറ്റമല്ല, പക്ഷെ അതിന്റെ കണ്ടന്റിൽ കുറെ മാറ്റങ്ങളുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ മാറിയെങ്കിലും കഴിഞ്ഞ തവണ 1, 3, 5 എന്ന് പറയുന്ന ഒറ്റ സംഖ്യകളിലും ഇപ്പോ ഈവൻ സംഖ്യകളുമായിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ മാറി. ടെക്സ്റ്റ് ബുക്കുകളൊക്കെ മാറിയെങ്കിലും അതിന്റെ ചാപ്റ്ററുകളുടെ പേരുകളോ നമ്പറോ സ്ഥാനമോ മാറിയത് അല്ലാതെ കണ്ടന്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ നോക്കിയിട്ടുള്ളവർക്ക് മനസ്സിലാവും. ചെറിയ ചെറിയ അപ്ഡേഷൻസുകൾ വന്നിട്ടുണ്ട്, അല്ല ഭീകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടൊന്നുമില്ല. എന്നാലും ആ ടെക്സ്റ്റ് ബുക്കുകൾ ഒന്ന് നോക്കണം, കാരണം അത് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ചോദ്യങ്ങൾ കേറ്ററ്റിന് ചോദിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് സംബന്ധിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചു ചോദിക്കുക. അപ്പൊ ഞാൻ സിലബസ് മാറ്റമുണ്ടോ എന്നുള്ളതിൽ സിലബസ് മാറ്റമുണ്ട്, തീർച്ചയായിട്ടും മാറ്റമുണ്ടെന്ന് പറയുന്നത് ഈ ഒരു മാറ്റം തന്നെയാണ്. SCERT നമ്മുടെ SSC ERT ടെക്സ്റ്റ് ബുക്കുകളിൽ ഉണ്ടായ മാറ്റം നമ്മുടെ ചോദ്യങ്ങളിലും കാണാവുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ നവംബറിലെ കേറ്ററ്റിനെ സംബന്ധിച്ചിടത്തോളം എഴുതിയവർക്കറിയാം, ഓരോ ടോപ്പിക്കിലും നമ്മൾ മലയാളം ഇംഗ്ലീഷ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നല്ല വ്യത്യാസങ്ങളുണ്ട്, നല്ല ടഫസ്റ്റ് ആയിട്ടുള്ള നല്ല ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു ലെവലിലും കൂടി നമ്മൾ നോക്കി പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ എന്താണ് കേറ്ററ്റിനെ കുറിച്ച് ഒരുവിധം നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ചാൻസ് തന്നെ ഇത് നേടിയെടുക്കുക എന്ന് പറയുന്നത് വളരെ സുഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ആർക്കൊക്കെ വേണ്ട, ഇപ്പൊ CTET 1, CTET 2 ഒക്കെ കിട്ടിയിട്ടുള്ളവർക്ക് കേറ്ററ്റ് 1 ഉം 2 എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. CTET 1 ആൻഡ് CTET 2 ഉള്ളവർക്ക്, അതായത് CTET 1 ഉള്ളവർക്ക് കേറ്ററ്റ് 1 വേണ്ട, CTET 2 ഉള്ളവർക്ക് കേറ്ററ്റ് 2 വേണ്ട. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കി മനസ്സിലാക്കുക. പിന്നെ ഇതിൽ പറയേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, പിന്നെ 1-2 പേര് വിളിച്ചു ചോദിച്ച സംശയങ്ങൾ. നിങ്ങളുടെ സിലബസ് വേണമെങ്കിൽ ഇവിടെ കേറ്ററ്റ് Kerala.gov.in എന്നോ അല്ലെങ്കിൽ PareekshaVan.Kerala.gov.in എന്നുള്ള ആ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൽ തന്നെ ഇതിൽ തന്നെയാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ, നമ്മളെ ആപ്ലിക്കേഷൻ അയക്കാനുള്ള ലിങ്കും എല്ലാം കാണുന്നത്. അത് കയറി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സിലബസ് ഡൗൺലോഡ് എടുക്കാം. സിലബസ് നോർമലായിട്ട് നമ്മൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ് സിലബസ് ഇട്ടിരിക്കുന്നത്. ഇപ്പം കേറ്ററ്റ് 1 ആണെങ്കിൽ സൈക്കോളജി ഏരിയാസ് 30 മാർക്ക്, മാത്സ് 30 മാർക്ക്, പരിസ്ഥിതി ശാസ്ത്രം എൻവയോൺമെന്റൽ സയൻസ് 30 മാർക്ക്. പിന്നെ നമ്മുടെ ഭാഷ 1ഉം ഭാഷ 2ഉം ഉണ്ട്. അത് ഭാഷ 1-ല് തമിഴ്, കന്നഡ, മലയാളം ഉണ്ട്. അത് ഇഷ്ടമുള്ള ഭാഷ നമുക്ക് തിരഞ്ഞെടുക്കാം. ഭാഷ 2-ല് ഇംഗ്ലീഷ് ആൻഡ് അറബിയാണ്, അതും തിരഞ്ഞെടുക്കാം. അതാണ് കേറ്ററ്റ് 1-ന്റെ സിലബസ് എന്നുള്ളത്. അപ്പൊ ഇതിൽ വരുന്ന സൈക്കോളജി ഏരിയാസ് ഇഷ്യൂസ് ഇല്ല. ഓക്കെ, ബാക്കി വരുന്ന ഗണിതശാസ്ത്രത്തിന് വലിയ ഇഷ്യൂസ് വരത്തില്ല. ബാക്കി പരിസ്ഥിതി പഠനവും മലയാളവും ഒക്കെ ഈ പുതിയ സിലബസുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കും കാര്യങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, ആ ലെവലിലായിരിക്കും ചോദിക്കുന്നത്. പിന്നെ രണ്ടാമത്തത് കാറ്റഗറി 2. കാറ്റഗറി 2 എന്ന് പറയുന്നത് സൈക്കോളജി 30 മാർക്കാണ്. സൈക്കോളജി 30 മാർക്ക്, സൈക്കോളജി 30 മാർക്ക്. അതില് പിന്നെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകില് സോഷ്യൽ, നമ്മുടെ CTET പോലെ തന്നെയാണ്, ഒന്നുകിൽ സോഷ്യൽ സയൻസ് തിരഞ്ഞെടുക്കാം, അതായത് അല്ലെങ്കിൽ സയൻസും മാത്സും തിരഞ്ഞെടുക്കാം. ഓക്കെ,
ഓക്കെ, അത് ഇഷ്ടമുള്ള നമുക്ക് അതും 60 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 60 മാർക്കിനാണ്. അതായത് സാമൂഹ്യ ശാസ്ത്ര അധ്യാപകർക്ക് വേണ്ടി സാമൂഹ്യ ശാസ്ത്രം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക്, അതായത് സാമൂഹ്യ ശാസ്ത്ര അധ്യാപകർക്ക് വേണ്ടി മാത്രമല്ല സാമൂഹ്യ ശാസ്ത്രം എന്നുള്ള ആർക്ക് വേണം തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ സയൻസ് ഗണിതശാസ്ത്ര അധ്യാപകർക്ക് വേണ്ടി ഗണിതവും, അല്ലെങ്കിൽ എന്നുള്ള രണ്ടും ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുത്ത് നമുക്ക് എഴുതാം. പിന്നെ നേരത്തെ പറഞ്ഞ 2 ഭാഷകള് മലയാളം ഓർ തമിഴ് ഓർ കന്നഡ 30 മാർക്ക്, ഇംഗ്ലീഷിന് 30 മാർക്ക്, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അതാണ് കാറ്റഗറി 2. കാറ്റഗറി 2ന്റെ സിലബസ് എന്ന് പറയുന്നത്. കാറ്റഗറി 3യിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സൈക്കോളജി, മുതിർന്നവരുടെ സൈക്കോളജി ആണ് 40 മാർക്കിന്. പിന്നെ നമ്മുടെ 1ാം ഭാഷ മലയാളമോ തമിഴോ കന്നഡയോ, പിന്നെ നമ്മുടെ പെഡഗോജി വിത്ത് നമ്മുടെ സബ്ജക്ട്, പെഡഗോജി വിത്ത് സബ്ജക്റ്റ് ആണ് കേട്ടോ. സബ്ജക്ട് മാത്രമല്ല, 80 മാർക്കിന് എന്ന് പറഞ്ഞിരിക്കുന്ന ഫുള്ള് സബ്ജക്ട് മാത്രമല്ല. അതിപ്പം നാച്ചുറൽ സയൻസ് ആണെങ്കിൽ ബോട്ടണി സുവോളജി മാത്രമല്ല, ബോട്ടണി സുവോളജി അതായത് ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള പെഡഗോജി ഉണ്ടായിരിക്കും. ഇപ്പൊ സോഷ്യൽ സയൻസ് ആണെങ്കിൽ സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പെഡഗോജി, മാത്സ് ആണെങ്കിൽ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള പെഡഗോജി, അങ്ങനെ 80 മാർക്ക്. അതിൽ കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത് 40+40 എന്ന് പറയുന്നതാണ്. 40 പ്യുവർ സബ്ജക്റ്റും 40 പെഡഗോജിക് ലെവലായിട്ടുള്ള സബ്ജക്ട്. ഇപ്പൊ CTET-നൊക്കെ ആണെങ്കിൽ എല്ലാത്തിനും 10 മാർക്ക് പെഡഗോജി ചോദിക്കും. ഇവിടെ അങ്ങനെയില്ല. ഇവിടെ സബ്ജക്റ്റിന് മാത്രം 40 മാർക്ക് പെഡഗോജി, ആ ഒരു ലെവലിലാണ് സാധാരണ ചോദിച്ച് കാണാറുള്ളത്. ഓക്കെ, അതാണ് കാറ്റഗറി 3യുടെ സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, കാറ്റഗറി 4 ഈ സാധാരണ UP തലം വരെയുള്ള അറബി, ഹിന്ദി, സംസ്കൃതം, ഉറുദു. ഓക്കെ, അതുപോലെ തന്നെ ഹൈസ്കൂൾ തലം വരെയുള്ള PT ടീച്ചർ, സ്പെഷ്യലിസ്റ്റ് അതായത് സ്പെഷ്യൽ ടീച്ചർ ഉണ്ട്, അതുപോലെ തന്നെ കായിക അധ്യാപകരുണ്ട്. ഓക്കെ, പിന്നെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് കാറ്റഗറി 4 എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ടൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് എഴുതിയെടുക്കുക. ഒരുപാട് ചാൻസസുകൾ സെൻട്രൽ ഗവൺമെന്റിലും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിലും ഒക്കെ വരുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കുക. അപ്പൊ അവരുടെ സിലബസ് എന്ന് പറയുന്നത് എല്ലാ മാർക്കും 150 തന്നെയാണ്. സൈക്കോളജി 30 മാർക്ക്, ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് 40 മാർക്ക്, മലയാളം തമിഴോ കന്നഡ 40 മാർക്ക്, പിന്നെ സബ്ജക്ട് എന്ന് പറയുന്നത് 80 മാർക്ക്. ഞാൻ ഈ പറഞ്ഞ പോലെ 40+40 ആണ്. 40 മാർക്ക് പ്യൂർ സബ്ജക്റ്റും 40 മാർക്ക് പെഡഗോജിക് ലെവൽ ആയിട്ടുള്ള സബ്ജക്റ്റുമാണ് കാറ്റഗറി 4ന്റെ സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഇതില് പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ പുതിയ ആൾക്കാർക്ക് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ അറിഞ്ഞിരിക്കും. മാർക്ക് എന്ന് പറയുന്നത് സാധാരണ ജനറൽ കാറ്റഗറിക്ക് 60% മാർക്ക് വേണം പാസ്സാകാനായിട്ട്, 90 മാർക്കും. SC ST OBC OEC വിഭാഗക്കാർക്ക് 55% മതി, 5% കുറവാണ്. 82 മാർക്കാണ് അവർക്ക് വേണ്ടത്. ഓക്കെ, 82 മാർക്ക്. ഓക്കെ, അപ്പൊ ജനറൽ വിഭാഗത്തിന് 90 മാർക്കും അല്ലാത്തവർക്ക് 82 മാർക്കും വേണം. PH കാൻഡിഡേറ്റ് ആണെങ്കിൽ ഫിസിക്കലി ഹാൻഡികേപ്ഡ് ആയിട്ടുള്ളവർക്ക് 50% മതി, 75 മാർക്ക് മതി പാസ്സാകാനായിട്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ സാധാരണ PSC എക്സാമോ മറ്റു കോമ്പറ്റേറ്റീവ് എക്സാമോ എഴുതുന്നതിനുള്ള കട്ട് ഓഫ് ഇതിലില്ല. ഓക്കെ, കട്ട് ഓഫ് മാർക്ക് ഇതിലില്ല. അപ്പൊ ഇത് എക്സാം എഴുതുന്നതിലും കുറെ പ്രത്യേകതകളുണ്ട് കേട്ടോ. അത് ഞാൻ വീണ്ടും നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു തരും. കാരണം എക്സാം എഴുതുന്നതിലാണ് മിടുക്ക്. നമ്മള് പലർക്കും 150 ക്വസ്റ്റ്യൻസ് ഈ നെഗറ്റീവ് ഇല്ലാഞ്ഞിട്ട് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോഴൊക്കെയാണ് നമ്മൾ തോറ്റു പോകുന്നത്. ഒരു മാർക്കിന് കൂടുതലും നമ്മുടെ പാസ്സാകാത്തവരുടെ, നമ്മുടെ റിസൾട്ടിൽ നോക്കാൻ പാസ്സാകാത്തവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 മാർക്കിനായിരിക്കും അവര് ഫെയിലായി പോകുന്നത്. അത് ഈ ഫുൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥയാണ്. അപ്പം ഫുൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പഠിക്കണം. ടൈം മാനേജ് ചെയ്യണം. ടൈം മാനേജ് ചെയ്ത് എഴുതണം. 150 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനെപ്പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കേറ്ററ്റിന് പ്രായപരിധി ഇല്ല. നിങ്ങളുടെ കേറ്ററ്റ് എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ യോഗ്യത, അതായത് DLED ഓർ BEdന് 45% മാർക്ക്, 45% മാർക്ക് ഉണ്ടായിരുന്നാൽ മാത്രം മതി. പ്രായപരിധിയൊന്നുമില്ല കേട്ടോ. ബാക്കി അപേക്ഷാ സമർപ്പണമോ അപേക്ഷാ ഫീസിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നും ഇവിടെ ഇവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷനിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കുന്നവര് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ടെലഗ്രാം ചാനലിലും
വാട്സ്ആപ്പ് ചാനലിലൊക്കെ ഇത് അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് കയറി തന്നെ കയറിട്ടൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് വെബ്സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. സിമ്പിൾ ആണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവരും കമന്റ് സെക്ഷനിലൂടെ അല്ലാതെ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യുക. ബാക്കി എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പുള്ള കാര്യങ്ങളും എങ്ങനെ പഠിക്കണമെന്നുള്ള കാര്യങ്ങളും പഠിക്കുന്നുള്ള കാര്യം ഞാൻ മുമ്പേ പറഞ്ഞു അല്ലെ. പുതിയ ടെക്സ്റ്റ് ബുക്കുകളാണ്, അപ്പൊ അതിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പാസ്സാകാൻ എളുപ്പമായിരിക്കും. K1 ആൻഡ് K2 കാർക്ക്, കേറ്ററ്റ് 1 ആൻഡ് K2 കാർക്ക് പാസ്സാകാൻ എളുപ്പമായിരിക്കും. കാരണം പുതിയ സിലബസും കാര്യങ്ങളൊക്കെ ആണല്ലോ. പുതിയ സിലബസ് അല്ല, പുതിയ ടെക്സ്റ്റ് ബുക്കുകളാണല്ലോ. അപ്പൊ അതിനെ ബേസ് ചെയ്തായിരിക്കുമല്ലോ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ കിട്ടാവുന്നേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും അപേക്ഷിക്കുവാൻ കഴിയുന്നവര്, മീൻസ് യോഗ്യത ഉള്ളവര് തീർച്ചയായിട്ടും 10-ാം തീയതിക്ക് മുമ്പേ തന്നെ, അവസാന നിമിഷം വരെ വെച്ചുകൊണ്ടിരിക്കരുത്. സൈറ്റ് ബ്ലോക്ക് ആവും, അപേക്ഷിക്കുക കേട്ടോ. ബാക്കി ഇതിന്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തുറന്നു തരാം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട്, വെള്ളിയാഴ്ചയാണെന്ന് നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.